പറയാൻ പോകുന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനെ കുറിച്ചാണ്. അതെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മുത്ത് റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. ബിസ്മില്ലാഹ്, ദി പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വർഷങ്ങൾക്ക് മുൻപ് അറേബ്യയിൽ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ള എന്ന ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം മക്ക നഗരത്തിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം വഹാബ് ഇബ്നു അബ്ദു മനാഫിന്റെ മകളായ ആമിന റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം അധികനാൾ ആമിന റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം കച്ചവടക്കാരോടൊപ്പം നീണ്ട യാത്ര പുറപ്പെട്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ യാത്രക്കിടയിൽ അദ്ദേഹം വഫാത്തായി. ആ സമയത്ത് ആമിന റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരുന്നു. ഒരു ദിവസം അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ഒരു ശബ്ദം കേട്ടു. നീ ഗർഭം ചുമക്കുന്ന കുഞ്ഞ് അവന്റെ ജനതയെ നയിക്കുന്നതാണ്. അവന് മുഹമ്മദ് എന്ന പേര് വിളിക്കുക. അതിനുശേഷം ധാരാളം അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. മാസങ്ങൾക്ക് ശേഷം ആമിന റളിയല്ലാഹു അൻഹ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞു പിറക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും വലിയ ഒരു പ്രകാശം വന്ന് അവർക്ക് ചുറ്റും നിന്നു. മാത്രമല്ല, പ്രവാചകന്റെ ജനന സമയത്ത് ആ നഗരത്തിലുള്ള ജനങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹം തകർന്നു വീണു. ആളുകൾ പൊട്ടിയ ആ വിഗ്രഹത്തെ ചേർത്ത് വെച്ച് പുനഃസ്ഥാപിച്ചു. എന്നാൽ അത് വീണ്ടും തകർന്നു വീണു. അടുത്തുള്ള സൊറാസ്ട്രിയൻ ദേവാലയത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന തീ ചരിത്രത്തിൽ ആദ്യമായി അണഞ്ഞു. അടുത്തുള്ള കൊട്ടാരത്തിലെ 14 ഗോപുരങ്ങൾ തകർന്നു വീണ് തരിപ്പണമായി. തൊട്ടടുത്ത പുഴകൾ വളരെ പെട്ടെന്ന് തന്നെ വറ്റി വരണ്ടു. എന്നാൽ വർഷങ്ങളായി ഉണങ്ങിക്കിടന്നിരുന്ന നദി നിറഞ്ഞൊഴുകി. പ്രവാചകൻ തന്റെ മാതാവിന്റെ കൂടെ കുറച്ചു വർഷം മാത്രമാണ് ജീവിച്ചത്. ആ കാലത്ത് അവിടെയുള്ള ചെറിയ ബാലന്മാരെ കുറച്ചു കാലത്തേക്ക് മരുഭൂമിയിലേക്ക് അയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് മരുഭൂമിയിലെ അന്തരീക്ഷം അവർക്ക് ആരോഗ്യം ഉണ്ടാവാനും അവർക്ക് നല്ലതിനുമായിരുന്നു എന്നാണ്. അങ്ങനെ അയക്കപ്പെടുന്ന കുട്ടികളെ ഏതെങ്കിലും സ്ത്രീ ഏറ്റെടുത്ത് വളർത്തുമായിരുന്നു.